അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയാണ് വിശേഷം എന്ന് വെച്ചാൽ, ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ടേ കുളിച്ചിട്ട് വേണമല്ലോ ഇപ്പോൾ നമ്മൾ കയറാൻ നേരത്തേക്ക്. നമ്മൾ മാലിട്ട് വീട്ടിലൊക്കെ അങ്ങനെ തന്നെ. ഇനി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുളിച്ചിട്ട് വേണം കയറാൻ. അപ്പോൾ ഉച്ചയ്ക്ക് വന്ന് നട്ടുച്ച നേരത്തെ അറിഞ്ഞിട്ട് കുളി കഴിഞ്ഞ് ചോറുണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് കിടന്നു. അമ്മ ഉണ്ടായിരുന്നിട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് പണികളൊക്കെ കുറേയൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നിട്ടോ, കുറച്ചുള്ളില്ല അതൊന്നുമില്ല. അപ്പം ഇന്നിപ്പോൾ വൈകുന്നേരത്തേക്ക് എന്താറില്ല, ചിലപ്പോൾ ഉപ്പുമാവെന്ന് അങ്ങനെ ആക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഉപ്പുമാവ് റവ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അയ്യപ്പനാളിലൊന്ന് പോകണം, ഭജനയൊക്കെ ഉണ്ട് കേട്ടോ വൃശ്ചിക മാസമായിട്ട് അമ്പലത്തിൽ. അപ്പോൾ പോയിട്ടില്ല, ഇന്നൊന്ന് പോകണം വിചാരിക്കുന്നുണ്ട്. അപ്പം ഇനി പണികളപ്പോൾ വേറെ പണിയുണ്ട്, അടിക്കാനൊക്കെ ഉണ്ട്. നമ്മളടിച്ച് ചാണകം തളിക്കൊക്കെ ചെയ്യും, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാണകം എന്താ ചെയ്യുക ചിലർ കേട്ടോ, അറിയാത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ കാണിക്കാം കേട്ടോ. നമ്മൾ ഒന്നുമില്ല, മുറ്റം ഒക്കെ അടിച്ച് മാറ്റി അറിയില്ല, തളിച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പം എന്താ, പിന്നെ തിരുമ്പാൻ വല്ലാതെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സ് അത്രയൊക്കെ തന്നെയുള്ളൂ. 6 മണിയൊക്കെ ആകുമ്പോഴേക്കും പോകണം അമ്പലത്തേക്ക്, 6:30 ആകുമ്പോഴേക്കും. രാജേട്ടന് പണി മാറ്റി വന്നിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും വേഗം മുറ്റടിക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മുറ്റടിച്ച് പറഞ്ഞേ കഴിഞ്ഞു. അതിന് അടുത്തവരോട് ചാണകം കൂടെ കളിക്കല്. പിന്നെ വിളക്ക് വയ്ക്കുമ്പോൾ ചാക്കാന്ന് പറഞ്ഞ വെച്ചാൽ കളിക്കുന്നു കൊടുന്നു. ചിലർക്കൊന്നും അറിയില്ല ചാണകം കൊണ്ടുവരുമ്പോൾ എന്തിനാണ് കൊണ്ടുവന്ന് വെക്കുന്നത് വെച്ചിട്ട്. നമ്മളിങ്ങനെ വെള്ളത്തിൽ കലക്കും. അടച്ചു കിളഞ്ഞ് കോഴികളൊക്കെ ശരിയാ. നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ അന്ന് മുതലേ ഇങ്ങനെ ശീലിച്ചാട്ടോ, അങ്ങനെയൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ കളിക്കുക. ചാണകം അടിച്ച് പണ്ടത്തെ ചില വീട്ടിലൊക്കെ എന്നും രാവിലെ അടിച്ചു വരുമ്പോൾ എന്നും ചെയ്യും. ഈ വൃശ്ചിക മാസത്തിൽ മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. രാജേട്ടൻ വരുന്നുണ്ടോ? ഉണ്ടല്ലോ ചായ ഉണ്ടാക്കി വെച്ചിട്ട് ഓരോക്കെ ഉണ്ടല്ലോ. ഉള്ളിക്കാനാ നമ്മൾ ഉള്ളിലേക്ക് വെക്കിട്ടാ. കൈപ്പയ്ക്ക ഉപ്പേരി അല്ലേ. ഞാൻ അവിടെ കൂടെ ചാണകം ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. അച്ഛന് ചായയുടെ കപ്പിൽ എടുത്തിട്ട് നമ്മുടെ ചേമ്പ് കണ്ടല്ലേ, എങ്ങനെ നോക്കിയതായിരുന്നു ചേമ്പ് അറിയോ. അന്ന് പന്നി കാട്ടിയിട്ട് അങ്ങനെ തിരിഞ്ഞ് നോക്കിയതാണ് കേട്ടോ. സങ്കടമായ കടിയിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ അത് നോക്കാം, ഉണ്ടെങ്കിൽ നാളെ കൂട്ടാൻ വെക്കാൻ എന്തെങ്കിലും ആവുമല്ലോ. തറവാട്ട് പോകുമ്പോൾ എന്നാൽ കർമ്മോസ ഉണ്ടെന്നാലേ ഇതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കറി വയ്ക്കാം. നമുക്ക് എനിക്ക് ചേമ്പ് നല്ല ഇവിടെ ഇടയ്ക്കിടയ്ക്കേ വെക്കുന്നതായിരുന്നു. അതുപോലെ ഒരു എണ്ണ പോലെ വെച്ച് പന്നിയാൾ സംഭവം മുറിച്ചിട്ട് ഇനി കൊഴിച്ചിടാം. ഇതിൻ്റെയൊക്കെ അതിലെന്തെങ്കിലും ഉണ്ടോ അറിയില്ല. ഉണ്ടോ തള്ള ഉണ്ടോ? ഇതൊക്കെ ഇപ്പോൾ കറിച്ചായിരുന്നു, ചേമ്പിൻ്റെ തള്ള. നമുക്ക് ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഉണ്ടെങ്കിൽ ഇതുണ്ടോ ചെറിയ ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ. നല്ല വലുപ്പം ഉണ്ടാവും. ഇത് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഴിച്ചിട്ട് ഒരു പ്രാവശ്യമൊക്കെ തന്നെ കിട്ടിയിട്ടുള്ളൂ. നല്ല വലുതാണ്. വെച്ചാലോ അടുന്നോട്ടോ, നോക്കി നോക്കാം നമുക്ക്. ഉണ്ടാവില്ല ചിലപ്പോൾ
എന്നാലൊരു സമാധാനമില്ല. ചിലപ്പോൾ എങ്ങാനും ഉണ്ടെങ്കിലോ അല്ലേ. കണ്ടോ കുഞ്ഞു കുഞ്ഞു വിത്താണ്. അവരൊരു വിധം കൊണ്ടുപോയിട്ടുണ്ട് ചേമ്പന്താണ്ട് ഈ കിഴങ്ങൊക്കെ. എന്നാലും ഒരു സമാധാനമില്ലായ്മയായിട്ട് നോക്ക്. ചിലപ്പോൾ എങ്ങാനും ഉണ്ടെങ്കിൽ ഇതാരടി കുഞ്ഞുമില്ല ഒക്കെ അടുത്തുള്ളൂ. വല്ലാത്തൊരു സാധനം വന്നു. നമുക്കുണ്ടല്ലോ സംഭവമൊക്കെ ഉണ്ടല്ലോ ഒക്കെ മുറിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ കുഴിച്ചിടണം. ഈ തള്ളയൊക്കെ എടുത്തിട്ട് തള്ളാന്നിട്ട് പറയാം, ചേമ്പിൻ്റെ തള്ള ഇതെടുത്തിട്ട് ഇവിടെ തന്നെ കുഴിച്ചിടണം. എന്നിട്ട് വേണമെങ്കിൽ ഒരു വേലി കെട്ടുക. വേലി കെട്ടിയ ചിലപ്പോൾ ഇതുണ്ടല്ലോ കർമൂസ കെട്ടിച്ച രസമുണ്ടാവും. മോരുകറി വയ്ക്കുന്ന പോലെ. ഇത്രയാണ് കിട്ടിയ വിത്ത്, ബാക്കി ഒന്നുമില്ല. നമ്മുടെ കോഴി അതേപോലെ തന്നെ കേട്ടോ കാണിച്ചു തരുന്നത്. കുവയിലൊന്നും ഉണ്ടാവില്ല. എന്താ കൂവ ആവണേ ഉള്ളൂ. അടുത്ത മാസം ആകുമ്പോഴേക്കും ആവേണ്ട സമയം നോക്കി നമുക്ക് ഉള്ളത് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ അത് മറ്റേത് ഇട്ടതെടുക്കട്ടെ. ഇതൊക്കെ ഇവിടെ തന്നെ ഇടാം, മുളച്ചോട്ടല്ലേ. കാവത്തുണ്ടാകുന്നുണ്ടോ? അത് കണ്ടിട്ടില്ല തോന്നുന്നുണ്ട്. ആവട്ടെ വെച്ചിട്ട് പോയതാണോ അറിയില്ല. ചിലപ്പോൾ നമ്മുടെ കൈക്കോട്ട് വന്നത് വെറുതെ ആയിട്ടാ. ഞാൻ വിചാരിച്ചാൽ കുറച്ചെങ്കിലും ഉണ്ടാവും വിചാരിച്ചു. ഒന്നും എടുത്ത് തള്ളെടുത്തിട്ടുണ്ട്. ഇവിടത്തൊക്കെ ആണെങ്കിൽ കറി വയ്ക്കാണ്. ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ നോക്കട്ടെ കേട്ടോ. രാജേട്ടൻ വന്നിട്ടുണ്ട്. മാവ് ഉണ്ടാക്കാൻ എന്തെങ്കിലും വരുമ്പോൾ മേടിച്ച് വരാറുണ്ട്. അപ്പോൾ നമുക്ക് തറവാട്ടിലേക്ക് അവിടെ പോകാം, അമ്പലത്തേക്ക്. അവിടെ മേമയെ കണ്ടിട്ടാവും. മാലിട്ടിട്ട് നിങ്ങൾ ആരും കണ്ടില്ലല്ലോ. എല്ലാവരെയും കാണിച്ചു തരാം. മാലിട്ടരെ കാട്ടിത്തരാം കേട്ടോ. അപ്പം ഇനി വേഗം പോകാൻ വേണ്ടി വരുന്നൊക്കെ കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തേക്ക് പോകാനേ ഏറ്റവും മുമ്പ് കൊടുത്തു. എപ്പോഴും ചുരിദാറല്ലേ ഇടാറ്. ഏറ്റവും മുമ്പ് കൊടുത്തു. അപ്പൂസ് ഇല്ല കേട്ടോ. അപ്പൂസ് നാളെയുള്ളൂ പറഞ്ഞു. 4 ആളും കൂടെ പോട്ടെ വണ്ടിയിൽ പറഞ്ഞു. ആദ്യം അമ്മൂനെയൊക്കെ ഇട്ട് പോകാൻ പറഞ്ഞു. അപ്പം അതിൽ നാളെ ഉള്ളൂ പറഞ്ഞു. അമ്മൂക്കട്ടെ ഞാനിത് കോറയ്ക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. രാത്രിക്കുള്ള കോറ. ഇനി റവ മേടിക്കണം. റവ മാവ് ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. അതാകുമ്പോൾ നാളെപ്പോഴേക്കും ആവുമല്ലോ, വേഗം ആവും. അപ്പോൾ അപ്പു പോന്നു അവിടുന്ന്. അപ്പൂസേ കുട്ടി, ആ ഇനി വാതിലടക്കണ്ട, ഞങ്ങൾ പോവാൻ നിൽക്കണേ. ഈ വായോ. അപ്പൊ പോട്ടെ. അവിടെ എത്തിയിട്ട് അമ്പലം വീട്ടിലെ മേമേനെയും അമ്മ എല്ലാവരെയും കാണിക്കാം കേട്ടോ. ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് തറവാട്ടിലെത്തി. എല്ലാവരും കൂടെ അമ്പലത്തേക്ക് പോവാച്ചിട്ടേ. അപ്പോൾ മേമയെ കണ്ടിട്ടവിടെ അമ്മയും കണ്ടോടെ. ഈ മേമേനെ സ്വാമിയായിട്ട് കണ്ടിട്ടില്ലായിരുന്നുണ്ടായിരുന്നു. എല്ലാവരെയും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിലുള്ളവരൊക്കെ. മറ്റേ മേമ അല്ലേ, അമ്മയിട്ടാ കൊറേ സ്വാമിമാരുണ്ട് ഇവിടെ. അതെ, ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് വരും അമ്മ അല്ലേ. അമ്മേനെ സ്വാമിയായിട്ട് കണ്ടിട്ടില്ലായിരുന്നു എല്ലാവരും.
അച്ഛനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. എല്ലാവരും അവിടെ ഉണ്ടിരിക്കണു. അച്ഛനൊക്കെ ഉണ്ട് അവിടെ. കുഞ്ഞാറ്റ എവിടെ? ചേച്ചിയൊക്കെ ഇവിടെ? കുഞ്ഞാറ്റെ ചേച്ചി അമ്മ ചേച്ചിയൊക്കെ എവിടെ? അമ്മ ചേച്ചി അവിടെ ഇറങ്ങുമ്പോ വിളിക്കും. അതെ, താഴേന്ന് ടോബിന്റെ ഒച്ചേട്ടാ. നമ്മളെ ഒച്ചേട്ടാണത്. അപ്പനി അമ്പലത്തേക്ക് പോട്ടെ കേട്ടോ. കുഞ്ഞാറ്റെ വലിയ പാത്രം വെള്ളം അല്ലേ? ചുക്കവെള്ളം. എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി ചൂടാറാൻ വേണ്ടിയിട്ടില്ലേ? ഉച്ചക്ക് എന്തായിരുന്നു കറി? അരി അരയ്ക്കാനത്? അരി അരയ്ക്കാനല്ലേ? അത് വന്നിട്ട് അരച്ചോളൂ അല്ലേ? അമ്പലത്തിൽ ഭജനയും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ സ്വാമിമാരൊക്കെ പുറത്ത് വന്നിട്ട് ശരണം വിളിക്കാൻ കേട്ടോ. എന്നിട്ട് അമ്പലം വലം വെച്ചിട്ട് പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊടുക്കല്. ഞങ്ങളേ വേഗം പോന്നു. രാജേട്ടൻ വന്നിട്ടില്ല കേട്ടോ. അവിടുത്തെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോന്നു. പായസം ഞാൻ കിട്ടിയത് കഴിച്ചു, അമ്മ കഴിച്ചില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിക്കാറുണ്ട്. അപ്പം ഇനി വേഗം നമ്മൾ വെച്ച റവ മേടിച്ചു. റവ ഉണ്ട്. അപ്പം അത് വേഗം ഉപ്പുമാവ് അവർ വരുമ്പോഴേക്കും ഉപ്പുമാവ് വേഗം കേട്ടോ. അത് മാറ്റട്ടെ. കുറച്ച് റവ എടുത്തു, ബാക്കി ഇങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ രാജേട്ടൻ അപ്പൂസിന് ഞങ്ങൾക്ക് അമ്മന് വേണ്ട തോന്നുന്നുണ്ട്. ചോറുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളകും നുറുക്കിച്ചു. കറിവേപ്പില ഇടണം. ഇപ്പം രാത്രി പോയി കൊടുക്കാൻ പറ്റില്ലല്ലോ, സമയം 9 മണിയായിട്ടാണ്. ഉച്ചക്കത്തെ കറി ഉണ്ട്. ഉച്ചക്കത്തെ സംഭവം ഉണ്ടായിട്ട് ഞാനിന്ന് രാവിലെ ഞാൻ നല്ല രാജേട്ടൻ അതിന് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആ രാവിലെ 6 മണിക്ക് പോകേണ്ട തിരക്കിൽ ഞാൻ കുക്കർ അടുപ്പത്ത് നിന്ന് ഓഫ് ചെയ്യാൻ മറന്നുട്ടാ. അമ്മ കൂറ ഒരു കൂറത്തിലങ്ങനെ നടക്കണ്ടേ. ആ ചോക്ക വെക്കണം, കൂറച്ചോക്ക എന്നുവെച്ചാൽ മുടിയൊക്കെ കടിച്ചിട്ടും പറയണേക്ക. എന്നിട്ട് കറി ഞാൻ കുക്കറിൽ വെച്ചിട്ട് പോയി, അറിയാണ്ട് ഓർമ്മയില്ലാതെ പോയി. എന്നിട്ട് പിന്നെ അമ്മൂട്ടി കണ്ടിട്ട് അപ്പൂസ് വെക്കും നമ്മളുണ്ട് അടുപ്പത്ത്. അപ്പോഴേക്കും നമ്മുടെ സാമ്പാറൊക്കെ വറ്റിയായിരുന്നു. രാജേട്ട് വറുത്തൊക്കെ ഇട്ട് പോയിട്ടോ. ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ട് ചോറുണ്ടാൻ വേണ്ടിയിട്ട് വിളമ്പുമ്പോണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ എന്താ ഉണ്ടാക്കിയത് വെച്ചിട്ട് ഇതുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പച്ചടി ആർന്നിട്ടൊന്ന് ഉണ്ടാക്കിയത്. അതുപോലെ പയറുകൊണ്ട് അല്ല, ഇതാണ് നമ്മളെ കറി ഇട്ടാ. കറി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ്. ഇതുണ്ട കുറച്ച് ദിവസമായി. എന്താ ഉണ്ടായി അറിയോ? ഞാൻ നല്ല കട്ട പോലെ മസാല പോലെ ഉണ്ടിരിക്കണു. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കലക്കി. പിന്നെ അതൊക്കെ കറി രാവിലത്തെ പയറ് കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ ആരും കഴിക്കില്ല, ഞാനും അമ്മ മാത്രമല്ലേ. പിന്നെ ഇപ്പോൾ ഇതാ വന്നിട്ട് നമ്മളിത് ഉണ്ടാക്കിട്ടോ. എന്താ അറിയോ, ഇത് വറുത്ത റവന്നെയാണ്, എന്നാലും ഒന്നുകൂടെ വറക്കാട്ടോ. നമ്മൾ കോറ ഉണ്ടാക്കിയിട്ടുണ്ടാ. ഈ ഉപ്പുമാവിൻ്റെ കൂടെ നമുക്ക് ഓരോ ഗ്ലാസ് ഇതും കൂടെ കൊടുത്താൽ അടിപൊളിയായി. ഇപ്പം ഈ നോമ്പ് തുടങ്ങിയ ശേഷം ഞങ്ങളെല്ലാവരും കുടിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതൊന്നും നമ്മൾ കഴിക്കില്ലല്ലോ, നമ്മളങ്ങനെ മേടിക്കില്ല, എപ്പോഴെങ്കിലും മേടിക്കുള്ളൂ. അപ്പോൾ കോറയ്ക്കാണെങ്കിൽ വലിയ പൈസ ഒന്നുമില്ല, ഗുണങ്ങളേറുണ്ട്. നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. പാലിൻ്റെ പ്രശ്നമില്ല, പാല് മേടിച്ച് നമുക്ക് വെക്കാൻ സൗകര്യമില്ല, നമ്മുടെ അപ്പുറത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ അങ്ങനെ. അപ്പം ഇന്ന് രാത്രിക്ക് അവർക്കുള്ളതായി റവമാവും കോറ, ഞങ്ങൾക്ക് ചോറ് വെക്കാം. അപ്പം നീ ഇതൊക്കെ വറുത്തിട്ട് വേഗം ഉണ്ടാക്കട്ടെ. അതിൽ കുറച്ച് മറ്റേ ചെറുതില്ലേ ഉഴുന്നിടാം ഉണ്ടാക്കുമ്പോൾ. അപ്പം ഇത് വേഗം ഉണ്ടാക്കട്ടെ, ഉണ്ടാക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഞങ്ങൾ രാജേട്ടന് റവ ഉപ്പുമാവ് ഉണ്ടാക്കി. അതുപോലെ നല്ല കോറ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കുകയാണ്. ഞാൻ ചോറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇങ്ങനെ കഴിക്കാൻ തോന്നി. സാമ്പാറൊക്കെ ഉപ്പിട്ട ഞാൻ ഇല്ലല്ലോ. അതിട്ടാ ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഉപ്പ് ഇങ്ങനെ വാരി ഉണ്ടായിരുന്നു. എന്തായാവോ. ഇത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സാമ്പാറില്ലേ, അത് കുറച്ചിട്ട് ഒഴിക്കുക. പിന്നെ നമ്മുടെ എന്താണ് സ്പെഷ്യൽ പച്ചടി. എനിക്കിങ്ങനെ ഇഷ്ടമാട്ടോ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കലക്കി മൊത്തം അറിയില്ല. ഇങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഉണ്ടാവും. കുറേ ചോറിൽ ചിലപ്പോൾ ഫുള്ളൊന്നും ഒന്നുമില്ല കേട്ടോ. അമ്പലത്തിൽ നിന്ന് പായസം കുടിച്ചിട്ടേ. സമയം 10 മണിയാവാറില്ല, 9:30 ആയിട്ടാ. അപ്പം നിങ്ങൾ വേഗം ചോറിന് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.